എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും റെട്രോ എന്നീ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ലാലേട്ടൻ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണല്ലോ തുടരും. നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന തുടരുമെന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 76 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 13 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 80 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. നിലവിൽ തുടരുമെന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ 80 കോടി പിന്നിടുന്ന ലാലേട്ടന്റെ രണ്ടാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 171 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 13 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 6 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 13 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 177 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 35 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. തുടരുമെന്ന സിനിമ അങ്ങനെ ഈ വീക്കെൻഡിൽ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സൂര്യ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ റെട്രോ. തിയേറ്ററുകളിൽ നിന്നും മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 7 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 7-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4 കോടി 60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം റെട്രോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 84-85 കോടി റേഞ്ചിലാണ്. ചിത്രം ഈ വീക്കിനോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.